നോക്കൂ നിങ്ങൾ, ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മുടി ചെറുതായി വെട്ടി ആണുങ്ങളെപ്പോലെ സ്റ്റൈലാക്കി നടക്കുന്നവരുണ്ട്. അല്ലതീ തതശബ്ബഹു ബിർരിജാൽ. സഹോദരിമാര് ശ്രദ്ധിച്ചോ, വിഷയം ഗൗരവമുള്ളതാണെന്ന് ഓർക്കുക, വളരെ ഗൗരവമുള്ളതാണ്. പെണ്ണിന്റെ കോലത്തിൽ നടന്നാൽ മതി. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒക്കെ നമ്മുടെ ചർച്ചയിൽ വരാൻ പോകുന്നതാണല്ലോ. ആണ് പാണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും പൊരുത്തപ്പെടണമെന്നാണ് ആയത്തിന്റെ അർത്ഥം. നിങ്ങളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കി എന്നതുകൊണ്ട് പരസ്പരം ഒരുത്തൻ മറ്റൊരുത്തനാകാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണാകാനും തോന്നരുത്, പെണ്ണിന് ആണാകാനും തോന്നരുത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് ലിംഗാണോ അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നത് അത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതാണ് മനുഷ്യന്റെ ബാധ്യത. ശരിയാണ്, ആണ് പെണ്ണാകാൻ മോഹിക്കുക എന്നുള്ളത്. പെണ്ണാണാകാൻ ചിലപ്പോഴൊക്കെ മോഹിച്ചേക്കാം, പക്ഷെ ആണ് പെണ്ണാകാൻ എവിടെയെങ്കിലും മോഹിക്കോ? ഖുർആൻ അവിടെ പറഞ്ഞു വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആണിനെ പെണ്ണിനേക്കാൾ ശ്രേഷ്ഠാക്കി അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളാകാൻ ആഗ്രഹിക്കരുത് എന്ന് മാത്രമല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്, പക്ഷേ അതിനേക്കാൾ ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചവരുണ്ട്. ഈ പറഞ്ഞത് ഒരു അവ്യക്തമായ പ്രയോഗമാണ്. നിങ്ങളിൽ ചിലരെക്കാൾ, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയൊന്നും പറയണ്ടല്ലോ, ബിമാ ഫളലല്ലാഹു റിജാല അല നിസാ എന്ന് ഭംഗിയായി പറയാമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെക്കാൾ എന്ന് പറയുമ്പോൾ ആണിന് പെണ്ണിലില്ലാത്ത പവറുണ്ട്, പെണ്ണിന് ആണിലില്ലാത്ത പവറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. ആണും പെണ്ണും ഒരേ തുല്യ പവറാണ് എന്ന് പറഞ്ഞാൽ ആണിന് മഹത്വമുള്ള കുറെ സ്ഥലമുണ്ട്, അത് ആണിന് തന്നെയാണ്. പെണ്ണിന് മഹത്വമുള്ള കുറെ സ്ഥലമുണ്ട്, അവിടെ ആണ് ചെന്ന് കാലിട്ട് കീറിയിട്ട് കാര്യമെല്ലാം കിട്ടൂല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ ഭാഗം നമ്മളെ എങ്ങനെ പറയിപ്പിച്ചാലും പറയൂല അല്ലാഹുവിന്റെ റസൂല്, ഖുർആനും പറയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഭംഗിയായി ചർച്ച ചെയ്യും. അങ്ങനെ ഒരു രൂപം ജീവിതത്തിൽ വരുമോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പെണ്ണാണാകാൻ പലപ്പോഴും മോഹിച്ചേക്കാം, ആണ് പെണ്ണാകാൻ അതുണ്ട്. ഈ ആനുകൂല്യം കിട്ടുന്നതനുസരിച്ചാണ് അങ്ങനെയൊക്കെ തോന്നല്. ആനുകൂല്യം കിട്ടുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുക. ഇപ്പൊ പെണ്ണിന് കഷ്ടപ്പാട് പലതും ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് പെണ്ണിന് തോന്നിയേക്കാം, എന്ത് ഞാൻ ആണായിരുന്നെങ്കിൽ, എനിക്ക് മൂപ്പരായിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷമമൊന്നും ഇല്ലായിരുന്നു, സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. ഇത് പെണ്ണിന് തോന്നുന്നത് തന്നെയാണ്. പക്ഷെ പെണ്ണ് പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് 40 ദിവസം മര്യാദക്ക് കാലും കൂട്ടി നീട്ടി ഇങ്ങനെ തിന്നണത് കാണുമ്പോൾ നമുക്കും തോന്നൂലേ ഇത് കുഴപ്പമില്ല. അപ്പൊ അതന്നെ ഇപ്പൊ ഈ പറയുന്നത് ഓരോ വിഷയത്തിനനുസരിച്ചാണോ. ഓരോ ഘട്ടങ്ങളിൽ ആനുകൂല്യം കിട്ടുന്നത് കാണുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും അവരുടേതായ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. മക്കളെ പോറ്റാൻ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെ വകവെച്ചു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ പറയും. നമുക്ക് ഇൻഷാ അല്ലാഹ് സംഭവങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുകയും വേണം. അവിടെയൊക്കെ നല്ല ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന സംഭവങ്ങൾ ഹദീസിൽ നിന്ന് എടുക്കാൻ കഴിയും. അതൊക്കെ എടുത്ത് ആ സംഭവങ്ങളും ചരിത്ര പശ്ചാത്തലങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് അതിനെ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാർ, കുടുംബബന്ധം വഷളാകുന്നതിലെ കാരണക്കാരൊക്കെയാണോ ആ ഘടകങ്ങളെ മുഴുവനും അള്ളാഹു നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി മൊത്തം കുടുംബബന്ധം മുറിക്കുന്നതിനെ വളരെ ഗൗരവത്തോടെയാണ് ഇസ്ലാം കണ്ടത്. മൊത്തം കുടുംബബന്ധം തകർക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അല്ലാഹു തആല ചോദിക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക. സൂറത്ത് 47-ാം വചനത്തില്, അഥവാ സൂറത്ത് മുഹമ്മദിലെ 22-ാം വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത് കാണാം. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوب أقفالها. ഈ ഒരൊറ്റ ആയത്ത് മതിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് മുഴുവൻ സംസാരിക്കാൻ നമുക്ക്. അത്രയും ഭംഗിയുള്ള ഒരു ആയത്താണ് ഇപ്പൊ ഓതി വെച്ചത്. എന്താ പറഞ്ഞത്? ഫഹൽ അസൈതും, നിങ്ങളായേക്കാം, നിങ്ങളാകുമോ, ഇൻ തവല്ലൈതും, നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്വാധീനമുണ്ടാകുമ്പോൾ നിങ്ങളാകുമോ, തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സാധുക്കളെ തച്ചമർത്തി അടിച്ചമർത്തി ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുമോ, അർഹാമക്കും, നിങ്ങൾ കുടുംബബന്ധങ്ങൾ മുറിച്ചേക്കാം. എങ്കിൽ ഇവരാരാണെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ നിങ്ങൾ ചെയ്യോ എനിക്കറിയില്ല. ചെയ്താൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും, അവരെ അല്ലാഹ് ശപിച്ച കൂട്ടരാണ്. ആര്? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ.
കുടുംബ ബന്ധങ്ങൾ തള്ളിത്തകർത്തവർ, കുടുംബ ബന്ധങ്ങളുടെ കണ്ണികൾ അകറ്റിയവർ, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു ശപിച്ച കൂട്ടരാൻ. ഫഅസമ്മഹും, എന്ത് നല്ലതെന്ന് പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവിയിലേക്ക് കയറില്ല, അവർ ബധിരരാണ്. അല്ലാഹു അവരെ ബധിരരാക്കിയിരിക്കുന്നു, ഹൈർ അവരുടെ ചെവിയിലേക്ക് പോകില്ല. വഅഅ്മാ അബ്സാറഹും, അവരുടെ കണ്ണുകളെ 100% അല്ലാഹു അന്ധമാക്കിയിരിക്കുന്നു, അന്ധന്മാരാണ് അവര്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? ബന്ധങ്ങളുടെ പ്രാധാന്യം പറഞ്ഞ ഖുർആൻ അവർ വായിച്ചതുകൊണ്ട് ബന്ധങ്ങളുടെ അറ്റുപോകുന്ന കണ്ണികൾ അവർ വിളക്കി ചേർക്കുന്നില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ താക്കീത് വായിച്ചെന്തുകൊണ്ട് ഈ കുഴപ്പത്തിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുന്നില്ല? 2-3 നിലക്ക് ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. തവല്ലൈത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതമൂല്യങ്ങളിൽ നിന്ന് തിരിഞ്ഞുപോയാൽ, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ, അല്ല നിങ്ങൾ ഭരണമേറ്റെടുത്ത് ഭരണകർത്താക്കളായാൽ, നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചാൽ എന്നൊക്കെ അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസം ഇല്ലാതെ യഥാർത്ഥ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങളൊരു പക്ഷേ കുടുംബബന്ധം മുറിച്ചേക്കാം, നിങ്ങളൊരു പക്ഷേ ഏതു ചെയ്തേക്കാം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയേക്കാം. എങ്കിൽ അവർ അല്ലാഹു ശപിച്ച കൂട്ടരാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഈമാനിൽ നിന്ന് പിന്തിരിയല്ല, ഈമാനിലേക്ക് കടന്നുവാ, എന്നിട്ട് ഭൂമിയിൽ ഖൈറായ കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, കുടുംബ ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ഈ മനുഷ്യർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ അവരുടെ ഹൃദയങ്ങളുടെ മേലില അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ? ഹൃദയങ്ങൾ ഒരിക്കലും തുറക്കില്ലേ? സത്യത്തെ സ്വീകരിക്കില്ലേ? പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, പൂട്ടിട്ട് സംവിധാനിച്ചതാണോ ഇവരുടെ ഹൃദയങ്ങൾ? സത്യം സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി എന്റെ കൂട്ടുകാർ ബന്ധത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ ഹദീസും കൂടെ വായിക്കാം. ആരാ ഹദീസ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനല്ലാഹ്, നബി പറഞ്ഞു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു, അനല്ലാഹ് വഅനർ റഹ്മാൻ വശഖഖതു ഖലഖതു റഹിമ വശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മി فمن وصلها وصلته ومن قطعها قطعته. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. ഒരു സമയത്ത് അല്ലാഹു തആല നേരിട്ട് നബി തങ്ങളോട് പറഞ്ഞത്രേ, ഈ വചനം ഖുർആനിൽ ഉണ്ടാവില്ല. ഇതാണ് ഖുദ്സിയായ ഹദീസ്. എന്താണ് അല്ലാഹു നേരിട്ട് നബി തങ്ങളോട് പറഞ്ഞത്? നബിയേ, അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, വഅനർ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ് നബിയേ, ഞാൻ കുടുംബബന്ധത്തെ സൃഷ്ടിച്ചു. കുടുംബബന്ധം എന്ന വ്യവസ്ഥ സൃഷ്ടിച്ചത് ഞാനാണ്, അതുണ്ടാക്കിയത് ഞാനാണ്. എന്നിട്ടോ ബന്ധം സൃഷ്ടിച്ചതിന്റെ ശേഷം ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് എന്റെ പേരിൽ നിന്ന് ഒരു കഷ്ണം കെട്ട് മുറിച്ചെടുത്തിട്ട് പകത്തിട്ടാണ് ഞാൻ കുടുംബബന്ധത്തിന് പേരിട്ടത്. അള്ളാന്റെ പേരെന്താ? റഹ്മാൻ. റഹ്മാൻ. ആ റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ് ഞാൻ റഹിം, കുടുംബബന്ധം എന്ന പേരിട്ടിരിക്കുന്നത്. അല്ല പറയാം, എന്റെ പേരിൽ നിന്ന് നേർ പകുത്തിട്ട ഞാൻ അതിന്റെ ഒരു ഭാഗം കുടുംബബന്ധത്തിനാണ് കൊടുത്തത്. എന്താ? എന്റെ പേരിന്റെ ഹാഫ് ഭാഗം, പകുതി ഭാഗമായിക്കോട്ടെ, കാരണം വിഷയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം എന്നതിനുള്ള അറബി പദം ഞാൻ കൊടുത്തത് റഹീം എന്നാണ്. അത് റഹ്മാൻ എന്നതിലെ പദങ്ങളാണ്. 3 പദങ്ങളാണ്, 3 അക്ഷരങ്ങളാണ്. പദങ്ങളല്ല, 3 അക്ഷരങ്ങളാണ്. ഈ അക്ഷരം ഞാൻ എടുത്തത്, ഈ പേര് ഞാൻ എടുത്തത്, എന്റെ പേര് വെട്ടിമുറിച്ചിട്ടാണ് ഞാൻ ഇതിന് കൊടുത്തത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്റെ സ്വന്തം പേര് മുറിച്ചെടുത്ത് ഞാൻ പേരിട്ട് ഞാൻ സൃഷ്ടിച്ച ഈ കുട്ടി ഏതാണിത്? കുടുംബബന്ധം. ഫമൻ വസലഹാ, ആരാണോ ഈ കുടുംബബന്ധത്തെ ചേർക്കുന്നത്, വസൽതുഹു, അവനെ ഞാൻ ചേർത്തോളാം. വമൻ ഖതഅഹാ, ആരാണോ ഈ കുടുംബബന്ധത്തിന്റെ കണ്ണികൾ അകറ്റിക്കളയുന്നത്, അറുത്തിടുന്നത്, മുറിച്ചിടുന്നത്, ഖതഅതുഹു, അവനെ ഞാനും മുറിച്ചു കളഞ്ഞോളാം. അല്ലാഹു നബിതങ്ങളോട് പറഞ്ഞതാ. എന്ത്? കുടുംബബന്ധം പൊട്ടിക്കുന്നവനെ ഞാൻ പൊട്ടിക്കും. ഞാനും അവനുമായിട്ട് ബന്ധം വേണ്ട. കുടുംബബന്ധം ചേർത്താലോ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് അന്ന് ഗൗരവം മനസ്സിലാക്കി തരാൻ മാത്രമാണ് ഇന്നത്തെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് ഇതിന്റെ വിഷയങ്ങൾ സുന്ദരമായി ചർച്ച ആരംഭിക്കുകയാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം ചേർക്കണം. അപ്പോൾ പക്ഷേ ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ചെയ്യാമോ? അതല്ല. അതിന് കുടുംബബന്ധം ചേർക്കുക എന്നല്ല പറയാം, അതിന് പ്രത്യുപകാരം ചെയ്യുന്ന ആളുകളാ പറയാം. കുടുംബബന്ധം ചേർക്കുക എന്ന് പറയണമെങ്കിൽ ഇങ്ങോട്ട് കുടുംബം മുറിച്ചാലും അങ്ങോട്ട് പോയി ചേർക്കണം. അതിനാ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു. ഒരു ഹദീസിൽ കാണാം, ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിനിൽ വാസിലു അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹാ. അതാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ. എന്താ പറഞ്ഞത്? ലൈസൽ വാസിലു, കുടുംബബന്ധം ചേർക്കുന്നവനല്ല, യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവനല്ല, ബിൽ മുകാഫി, ഇങ്ങോട്ട് ചിരിക്കുമ്പോ അങ്ങോട്ട് ചിരിക്കുന്നവൻ, ഇങ്ങോട്ട് കല്യാണത്തിന് വിളിച്ചാ വരും, അപ്പോ അങ്ങോട്ടും പോകും, ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ അങ്ങോട്ടും പോകൂല. ഇതല്ല. ഇങ്ങോട്ട് ചെയ്തതിനനുസരിച്ച് മാത്രം അതേ തോതിൽ അങ്ങോട്ടും പകരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. മറിച്ചോ വലാകിനിൽ വാസിലു, പിന്നെയോ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് ഒറിജിനൽ കുടുംബബന്ധം ചേർക്കുന്നവനാരാ? അല്ലദീ, ഒരുത്തനാൻ, ഇദാ ഖതഅത റഹിമഹു, നീ അവന്റെ കുടുംബബന്ധം മുറിച്ചാലും വസലഹു അവസലഹ, അവനത് ചേർക്കും കേട്ടോ. ഇവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവൻ. അപ്പൊ ഞാൻ കല്യാണത്തിന് വിളിച്ചപ്പം വന്ന് എന്റെ വീട്ടിലേക്ക് അവൻ വന്നു, അതുകൊണ്ട് അവന്റെ വീട്ടിലേക്കും പോയി. ഇത് മാത്രമല്ല കുടുംബബന്ധം ചേർക്കൽ. ഇതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചെടുത്തവൻ വന്നില്ല, പക്ഷേ അവൻ വിളിച്ചെടുത്ത് ഞാൻ പോയി. ഇതാണ് കുടുംബബന്ധം ചേർക്കുക, ഇതാണ് ബന്ധം ചേർക്കൽ. പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബബന്ധം ചേർക്കല്. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങോട്ട് മുറിച്ചു പോയാലും അങ്ങോട്ട് ചെല്ലണം. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഗൗരവം. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇതൊക്കെ അങ്ങ് പോയി. പകരത്തിന് പകരം എന്ന ഒരു ലെവൽ തന്നെയായി. അതെന്നെ മര്യാദക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ ആകെ പൊട്ടി. ഈ ഒരവസ്ഥ ഉണ്ടാകരുത്. ഉമർ ഖാദിയുടെ പദ്യം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി. അലിഫുൽ ഖാരിബി ഫി സമാനി ഖദിൻ ഗലബ് ഐനം ഫസാറൽ അഖ്റബൂന അഖാരിബാ. അലിഫുൽ ഖാരിബി, അഖാരിബ് എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബക്കാർ എന്നാണ് അറബി പദത്തിന്റെ അർത്ഥം. അറബി പദത്തിന്റെ അർത്ഥം അഖാരിബിലെ അലിഫ്, അഖാരിബ് എന്ന അറബി പദത്തിലെ അലിഫ്. ഫിസ്സമാനി ഖദിൻ ഖലബ്, ഇന്നത് നേരെ തലതിരിഞ്ഞിരിക്കുന്നു, അത് മറഞ്ഞിരിക്കുന്നു. ഐന, ഐനായി മാറിയിരിക്കുന്നു. ഫസാറൽ അഖ്റബൂന, അതോടുകൂടെ അഖാരിബ് അടുത്ത കുടുംബക്കാരായി. അഖാരിബാ, തേളുകളായി മാറി. അഖാരിബ് എന്നത് അറബിയിൽ അഖാരിബ് എന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം തേളുകളാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇന്ന് അഖാരിബല്ല, ഇന്ന് അഖാരിബാണ്. ഇവർക്ക് ആദ്യം പഠിയതാണത്. ഇത് വളരെ ശരിയാണ്. കുടുംബബന്ധം എന്ന ഈ അറബി പദത്തിൽ അലിഫ് എന്ന് പോയിട്ട് അയിനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും തേളുകളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനുള്ള ശ്രമത്തിലാണ്. വിഷപ്പല്ലി കാണിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുമയും ഐക്യവും ഇന്ന് കുടുംബബന്ധങ്ങളിലില്ല. അദ്ദേഹം ഈ പാടിയത് എത്ര ശരിയാ. വാപ്പിയും സുഖല്ല, ഉമ്മിമോനും സുഖല്ല, മരോളും അമ്മായിയും സുഖല്ല. ഇതൊക്കെ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചാണ് മഹാനവറുകൾ ആ പാടിയത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പാടിയത്. കാലഘട്ടത്തെ മനസ്സിലാക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പാടുക. അതേ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കുറെ കവിതകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ വിഷയം എന്റെ കൂട്ടുകാരെ ഉണർത്തി എന്ന് മാത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ സദസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനൊന്ന് ദുആ ചെയ്യണമെന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ ആമീൻ പറയിപ്പിച്ചെന്തോ ഒരു കാര്യലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഉടനെ തന്നെ മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അൻഷുദുല്ലാഹ ഖാതിഅ റഹിമിൻ മിൻകും, ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോട് ചോദിക്കട്ടെ, അള്ളാഹുവിനെ മുൻനിർത്തിയ സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവനാരെങ്കിലും ഉണ്ടോ? മഹാനവർ ആദ്യം ആമുഖമൊന്നും ഇല്ലാതെ അത് ചോദിച്ചു, കുടുംബബന്ധം മുറിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹനെ വിചാരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ട്. അപ്പൊ എന്തോ കാര്യമായിട്ട് ചോദിച്ചു പോലെ ഉണ്ട്. അള്ളാഹനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചവൻ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചു. അപ്പൊ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു,
ഞാൻ കുടുംബബന്ധം മുറിച്ചവനാണ്. അപ്പൊ എന്താ ഇബ്നു മസ്ഊദിന്റെ പ്രതികരണം എന്നോ എന്നാ പോടായി സദസ്സിൽ ഇറങ്ങിയിട്ട്. കാരണം ഞങ്ങളിപ്പോ അല്ലാഹുവിനെ ഞങ്ങളുടെ രക്ഷിതാവിനോടൊന്ന് ദ്വാരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മജ്‌ലിസിൽ വെച്ച്. ആകാശങ്ങളുടെ കവാടങ്ങൾ ദുആ അങ്ങോട്ട് ഉയർന്നു പോകില്ല.